ലോകകപ്പിൽ ഗ്രൂപ്പ് ഘട്ടത്തിലെ 4 മത്സരങ്ങളും ജയിച്ച് അപരാജിത റെക്കോർഡ് കാത്തുസൂക്ഷിച്ചിരിക്കുകയാണ് ടീം ഇന്ത്യ. പക്ഷേ ഇനിയാണ് സൂര്യകുമാർ യാദവിന്റെയും സംഘത്തിന്റെയും അഗ്നിപരീക്ഷ തുടങ്ങുന്നത്. ഇനിയുള്ള പോരാട്ടങ്ങളായിരിക്കും ഇന്ത്യൻ ടീം കിരീടം നിലനിർത്തുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുക. കടുപ്പമേറിയ 3 സൂപ്പർ 8 മത്സരങ്ങളും അതിനുശേഷം സെമി ഫൈനലും തുടർന്ന് ഫൈനലുമാണ് ഇനി ഇന്ത്യക്കു മുന്നിലുള്ളത്. ടീം ഇനി അരിയുതലയും മുറുക്കി പോരിനിറങ്ങേണ്ടത് ഇനിയാണ്. ചെറിയൊരു പിഴവിനു പോലും ഇനി സ്കോപ്പില്ല. 2024 അവസാനത്തെ ലോകകപ്പിലേതുപോലെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കാനായാൽ മാത്രമേ ഇന്ത്യ കിരീടം മോഹിക്കേണ്ടതുള്ളൂ. പക്ഷേ ഗ്രൂപ്പ് ഘട്ടത്തിൽ കളിച്ച 4 മത്സരങ്ങളിലെ പ്രകടനം അത്ര വലിയ പ്രതീക്ഷകളല്ല നൽകുന്നത്. വലിയ ചില ആശങ്കകൾ ടീമിനു മുന്നിലുണ്ട്. ഈ ലോകകപ്പിൽ ബാറ്റിംഗിൽ ഇന്ത്യയുടെ തുറുപ്പുചീട്ടാവുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ട ലോക 1-ാം നമ്പർ ബാറ്ററും വെടിക്കെട്ട് ഓപ്പണറുമായ അഭിഷേക് ശർമ്മ വൻ ദുരന്തമായിരിക്കുകയാണ്. അസുഖം കാരണം ഒരു മത്സരം നഷ്ടമായ അദ്ദേഹം ഗ്രൂപ്പ് ഘട്ടത്തിലെ 3 കളിയിലാണ് ബാറ്റ് ചെയ്തത്. പക്ഷേ ഇവയിലെല്ലാം അഭിഷേക് ഡെക്കായി മാറിയെന്നതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം. ഈ വർഷം ഇതിനകം 520 കളിൽ താരം ഡെക്കായി കഴിഞ്ഞു. 2 ന്യൂസിലാൻഡുമായുള്ള കഴിഞ്ഞ പരമ്പരയിലായിരുന്നു. സൂപ്പർ 8ലും അഭിഷേകിന്റെ ബാറ്റ് തീരുപ്പിയില്ലെങ്കിൽ ടീം ശരിക്കും കുഴപ്പത്തിലാവും. അദ്ദേഹം ബാറ്റിംഗിൽ പഴയ ഫോമിലേക്ക് എത്തിയാൽ മാത്രമേ ഇന്ത്യയ്ക്ക് ടൂർണമെന്റിൽ കൂടുതൽ മുന്നേറാനും സാധിക്കുകയുള്ളൂ. ഒട്ടും ആത്മവിശ്വാസമില്ലാതെയാണ് ബാറ്റിംഗിൽ അഭിഷേക് കാണപ്പെടുന്നത്. ഇത് വീണ്ടെടുക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് താരം മികച്ചൊരു ഇന്നിംഗ്സ് കളിച്ചേ തീരൂ. എതിർ ടീമുകളുടെ സ്പിൻ ആക്രമണത്തിനെതിരെ ഇന്ത്യൻ ബാറ്റിംഗ് നിരവട്ടം കറങ്ങുന്നതാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ കണ്ടത്. ഇത് തീർച്ചയായും നല്ലൊരു സൂചനയല്ല. സൂപ്പർ 8ൽ കൂടുതൽ മൂർച്ചയേറി സ്പിൻ ആക്രമണമാണ് ഇന്ത്യയെ കാത്തിരിക്കുന്നത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ പാകിസ്ഥാൻ ഒഴികെ ഇന്ത്യ നേരിട്ടത് അസോസിയേറ്റ് ടീമുകളായ USA, നമീബിയ, നെതർലാൻഡ്സ് എന്നിവരെയാണെന്ന് മറക്കരുത്. ആദ്യ കളിയിൽ USA സ്പിന്നർമാരായ മുഹമ്മദ് മൊഹ്സിന് 16 റൺസിന് 1 വിക്കറ്റും ഹർമീത് സിംഗ് 26 റൺസിന് 2 വിക്കറ്റും എടുത്തിരുന്നു. രണ്ടാമംഗത്തിൽ നമീബിയയുടെ ജെറാർഡ് എറാസ്മസ് 20 റൺസിന് പിഴുതത് 4 വിക്കറ്റാണ്. പാകിസ്ഥാൻ സ്പിന്നർമാരായ സയീം അയൂബ് 3, ഉസ്മാൻ താരീഖ് 1 വിക്കറ്റുമെടുത്തു. നെതർലാൻഡ്സിയന്റെ ആര്യൻ ദത്ത് വെറും 19 റൺസിന് 2 വിക്കറ്റുകളെടുത്തു. ഈ ലോകകപ്പിൽ ഫീൽഡിംഗിൽ ഇന്ത്യൻ ടീം വരുത്തിക്കൊണ്ടിരിക്കുന്ന പിഴവുകളും ഏറെ ആശങ്കയുണ്ടാക്കുന്നു. ലോകോത്തര ഫീൽഡർമാർ ടീമിലുണ്ടായിട്ടും ടീം ക്യാച്ചുകൾ പാഴാക്കുന്നത് സ്ഥിരം കാഴ്ചയായി മാറിയിരിക്കുകയാണ്. ചിരവൈരികളായ പാകിസ്ഥാനെതിരെയുള്ള പോരാട്ടത്തിൽ വമ്പൻ ജയം നേടിയെങ്കിലും 4 ക്യാച്ചുകൾ ടീം നഷ്ടപ്പെടുത്തിയിരുന്നു. നെതർലാൻഡ്സുമായുള്ള അവസാന കളിയിലും ഒരുപാട് ക്യാച്ചുകൾ ടീം പാഴാക്കി. തിലക് വർമ്മയും സൂര്യകുമാർ യാദവും ഇഷാൻ കിഷനും വാഷിംഗ്ടണ് സുന്ദറുമെല്ലാം ക്യാച്ചുകൾ താഴെയിട്ടു. എന്നാൽ സൂപ്പർ 8ൽ ഈ തരത്തിലുള്ള പിഴവുകൾക്ക് വലിയ വിലയാവും ഇന്ത്യക്കു നൽകേണ്ടി വരിക.